ഹലോ ട്രേഡേഴ്സ്, മാസ്റ്ററിംഗ് ദ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന ഈ ഒരു സീരീസിന്റെ 7ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക്സും എങ്ങനെയാണ് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്, ഓർഡർ ടൈപ്സിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്കാണ്. അതാണ് ടെക്നിക്കൽ അനാലിസിസ്. അപ്പോൾ ഈ ഒരു ടെക്നിക്കൽ അനാലിസിസ് എന്താണെന്ന് നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് തന്നെ പഠിക്കാം. എൻ്റെ പേര് സൂര്യൻ, ഫൗണ്ടർ ഓഫ് സതേൺ സ്റ്റോക്ക് അക്കാഡമി. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് എന്താണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് നോക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് എന്താ, ഓർഡർ ടൈപ്പിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഷെയർ ബൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ഷെയർ സെല്ല് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓർഡർ ടൈപ്പിലൂടെ പഠിച്ചത്. അതേസമയം നമ്മൾ ഇനി ടെക്നിക്കൽ അനാലിസിസിലേക്ക് വരുമ്പോൾ എപ്പോൾ നമ്മളൊരു ഷെയർ ബൈ ചെയ്യണം, എപ്പോൾ നമ്മളൊരു ഷെയർ വിൽക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ടെക്നിക്കൽ അനാലിസിസിലൂടെയാണ് ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ എന്താണ് ഈ ഒരു ടെക്നിക്കൽ അനാലിസിസ്? ഹിസ്റ്റോറിക്കലി ഉള്ള പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്സിനെ അനലൈസ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചറിൽ ഏത് ഡയറക്ഷനിലേക്ക് പ്രൈസ് മൂവ് ചെയ്യുമെന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ടെക്നിക്കൽ അനാലിസിസ്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന ടെക്നിക്കൽ അനാലിസിസ്. എന്താ പറഞ്ഞത്? ഹിസ്റ്റോറിക്കലി ഉള്ള പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്സിനെ അനലൈസ് ചെയ്തുകൊണ്ട്. പക്ഷേ എങ്ങനെ നമ്മൾ ഈ ഒരു പ്രൈസ് മൂവ്മെൻറ്റിനെ അനലൈസ് ചെയ്യും? അത് അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ചാർട്ട് വേണ്ടേ? അപ്പോൾ മെയിൻലി ട്രേഡേഴ്സ് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ചാർട്ടാണ് ജപ്പാനീസ് കാൻഡിൽസ്റ്റിക്. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ജപ്പാനീസ് കാൻഡിൽസ്റ്റിക് ചാർട്ടാണ്. ഈ ഒരു ജപ്പാനീസ് കാൻഡിൽസ്റ്റിക് ചാർട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഹിസ്റ്റോറിക്കലി ഉള്ള പ്രൈസിനെ അനലൈസ് ചെയ്യുന്നത്. ഏത് ഡയറക്ഷനിലേക്ക് ഫ്യൂച്ചറിൽ മൂവ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ജപ്പാനീസ് കാൻഡിൽസ്റ്റിക്കിൽ നടത്തുന്ന ടെക്നിക്കൽ അനാലിസിസ് യൂസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു കാൻഡിൽസ്റ്റിക് ചാർട്ട് എന്ന് നോക്കാം. അപ്പോൾ കാൻഡിൽസ്റ്റിക് ചാർട്ടിനെ പറ്റി പഠിക്കുന്നതിന് മുന്നേ എന്താണ് കാൻഡിൽസ്റ്റിക് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു കാൻഡിൽസ്റ്റിക്കിൻ്റെ പ്രത്യേകത? കാൻഡിൽസ്റ്റിക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് മെയിൻലി 4 ഡേറ്റാസ് ഈ ഒരു കാൻഡിൽസ്റ്റിക്കിലൂടെ ലഭിക്കുന്നതാണ്. 4 ഡേറ്റാസ്. എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. അതായത് ആദ്യം നമ്മളത് മനസ്സിലാക്കേണ്ടത് എന്താണ് ടൈം ഫ്രെയിം. അപ്പോൾ നമുക്ക് എന്താണ് ടൈം ഫ്രെയിം എന്ന് നോക്കാം. അതായത് ഞാനിപ്പോൾ 1 ഡേ ആണ് കൊടുത്തതെങ്കിൽ ഓരോ ദിവസത്തെ, അതായത് ഓരോ ക്യാൻഡിലും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓരോ ദിവസത്തെ ആയിരിക്കും, ഓരോ ഡേനെ ആയിരിക്കും ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതേസമയം ഞാനിവിടെ ടൈം ഫ്രെയിം കൊടുക്കുന്നത് 5 മിനിറ്റ്സ് ആണെന്ന് കരുതുക. അങ്ങനെ 5 മിനിറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ക്യാൻഡിലും റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ ഒരു 5 മിനിറ്റിൽ നടന്ന പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്സിനെ ആയിരിക്കും. ഇനി ഞാനിവിടെ 15 മിനിറ്റ് ആണ് കൊടുക്കുന്നതെങ്കിലോ, 15 മിനിറ്റാണ് ഞാൻ അവിടെ കൊടുക്കുന്നതെങ്കിൽ ഓരോ 15 മിനിറ്റിൽ നടന്ന പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്സിനെ കാണിച്ചു തരുന്നത് ഓരോ ക്യാൻഡിലായിരിക്കും. അപ്പോൾ ഓരോ 15 മിനിറ്റ് കഴിയുമ്പോഴും എന്ത് സംഭവിക്കും? പുതിയൊരു ക്യാൻഡിൽ ഫോം ആയിക്കൊണ്ടേയിരിക്കും. ഇത്തരത്തിലാണ് ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് വർക്കൗട്ട് ആവുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് എന്നാണ്. അപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്ക് അനാട്ടമിയെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൽ മെയിനായിട്ട് നമുക്ക് OHLC, ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ്, 4 ഡേറ്റാസ് ആണ് ഒരു കാൻഡിൽസ്റ്റിക്കിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ്? ഇപ്പോൾ നമ്മളിവിടെ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 15 മിനിറ്റ് ആണെങ്കിൽ ആ ഒരു 15 മിനിറ്റിൽ ഓപ്പൺ ആയ പ്രൈസ് അറിയാനായിട്ട് സാധിക്കും, ഹൈ പോയിട്ടുള്ള പ്രൈസ് അറിയാനായിട്ട് സാധിക്കും, ലോ പോയിട്ടുള്ള പ്രൈസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും, ക്ലോസ് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രൈസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇങ്ങനെ 4 പ്രൈസ് ഡേറ്റാസ് അടങ്ങുന്നതാണ് നമ്മളെ ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൽ നമുക്ക് ഈ ഒരു വലിയ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോഡി. ഈ ഒരു വലിയ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോഡി. അതേസമയം നിങ്ങൾക്ക് ഈ മേളിൽ ചെറിയൊരു നാരോ രൂപത്തിലൊരു വിക്ക് കാണാനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ വിളിക്കുന്ന പേര് അപ്പർ വിക്ക്. നേരെ താഴേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ എന്തുണ്ട്? ലോവർ വിക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോവർ വിക്ക്. ഒരു ക്യാൻഡിൽ സ്റ്റിക്കിന് എന്തൊക്കെ ഭാഗമുണ്ട്? ഒന്നാമത് വരുന്നത് ബോഡിയാണ്. ഈ ഒരു ഹ്യൂജ് ഭാഗത്ത് നമ്മൾ വിളിക്കുന്നത് ബോഡി എന്നാണ്. അപ്പർ വിക്ക് ഉണ്ട്, ലോവർ വിക്കും ഒരു ക്യാൻഡിൽ സ്റ്റിക്കിനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 4 ഡേറ്റാസും ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് തരുന്നതാണ്. ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ്. നമ്മളതിന് ഷോർട്ട് ഫോമിൽ OHLC എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓപ്പൺ പ്രൈസ്, ഹൈ പ്രൈസ്, ലോ പ്രൈസ്, ക്ലോസ് പ്രൈസ്. ഇങ്ങനെ 4 ഡേറ്റാസ് നമുക്കൊരു ക്യാൻഡിൽ സ്റ്റിക്കിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചാർട്ട് നോക്കുവാണെങ്കിൽ അവിടെ ഗ്രീൻ കളർ ക്യാൻഡിൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും, റെഡ് കളർ ക്യാൻഡിൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചാർട്ടിൽ പോയി പരിശോധിക്കുന്നുണ്ട്. എന്നാലും അതിനു മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു ഗ്രീനും റെഡ് കളറുമായിട്ട് ഈ പറയുന്ന ക്യാൻഡിൽ സ്റ്റിക്ക് ഫോം ആവുന്നത്? സെയിം അല്ലേ? ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ്. ഇങ്ങനെ 4 ഡേറ്റാസ് അല്ലേ നമുക്ക് കിട്ടുന്നത്. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു റെഡ് കളർ ആകുന്നതും ഗ്രീൻ കളർ ആകുന്നതെന്നും നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കാം. അതിന് എന്താണ് ബുള്ളിഷ്, എന്താണ് ബെയറിഷ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
മുകളിലേക്ക് കയറിപ്പോകുന്ന മാർക്കറ്റിനെ നമ്മൾ എന്ത് പറയും? ബുള്ളിഷ് മാർക്കറ്റ് എന്ന് പറയും. അതേസമയം താഴേക്ക് ഇറങ്ങി വരുന്ന മാർക്കറ്റ് ആണെങ്കിൽ നമ്മൾ ബെയറിഷ് മാർക്കറ്റ് ആണെന്ന് പറയും. മുകളിലേക്ക് പോകുവാണെങ്കിൽ ബുള്ളിഷും താഴേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ബെയറിഷും എന്നുമാണ് പറയുന്നത്. അതേസമയം നമ്മൾ ഈ ഒരു ക്യാൻഡിൽസ്റ്റിക് എടുത്ത് നോക്കിയാലും ഇവിടെയും എന്തുണ്ട്? ബുള്ളിഷ് ക്യാൻഡിൽസ്റ്റിക്കും ഉണ്ട്, അതുപോലെ തന്നെ ബെയറിഷ് ക്യാൻഡിൽസ്റ്റിക്കും ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽസ്റ്റിക് എന്ന് നമുക്കൊന്ന് നോക്കാം. എന്താണ് ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽസ്റ്റിക്കും ഈ ഒരു ബെയറിഷ് ക്യാൻഡിൽസ്റ്റിക്കും തമ്മിലുള്ള വ്യത്യാസം എന്നൊന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇവിടെയും എന്തുണ്ട്? ഓപ്പൺ പ്രൈസ് ഉണ്ട്, ഹൈ പ്രൈസ് ഉണ്ട്, ലോ പ്രൈസ് ഉണ്ട്, ക്ലോസ് പ്രൈസ് ഉണ്ട്. നമ്മളിപ്പോൾ ബെയറിഷ് ക്യാൻഡിൽസ്റ്റിക് എടുത്ത് നോക്കിയാലോ ഇവിടെയും എന്തുണ്ട്? ഓപ്പൺ പ്രൈസ് ഉണ്ട്, ഹൈ പ്രൈസ് ഉണ്ട്, ലോ പ്രൈസ് ഉണ്ട്, ക്ലോസ് പ്രൈസ് ഉണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടിലും ഒരുപോലെ 4 ഡേറ്റാസും അവൈലബിൾ ആണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന കളർ പാറ്റേണിൽ ആ ഒരു ചേഞ്ച് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഒരു ബുള്ളിഷ് ക്യാൻഡിൽസ്റ്റിക് ആണെങ്കിൽ ഓപ്പൺ പ്രൈസ് താഴെയും ക്ലോസ് പ്രൈസ് എവിടെയാണ്? മുകളിലുമായിരിക്കും. ഒരു ബുള്ളിഷ് ക്യാൻഡിൽസ്റ്റിക് ആണെങ്കിൽ ഓപ്പൺ പ്രൈസ് താഴെയും ക്ലോസ് പ്രൈസ് മുകളിലുമായിരിക്കും. സോ അതുകൊണ്ടാണ് ഇത് എന്താവുന്നത്? ഒരു ഗ്രീൻ കളർ ക്യാൻഡിലായിട്ട് ഒരു ബുള്ളിഷ് ക്യാൻഡിൽസ്റ്റിക് ആയിട്ട് ഇത് ഫോം ആകുന്നത്. അതേസമയം നമ്മളൊരു ബെയറിഷ് ക്യാൻഡിൽസ്റ്റിക് എടുത്ത് നോക്കിയാലോ ഇവിടെ ഓപ്പൺ പ്രൈസ് മുകളിലാണ്, ഇവിടെ എവിടെയാണ്? ഇവിടെ താഴെയാണ്. അതേസമയം ഒരു ബെയറിഷ് ക്യാൻഡിൽസ്റ്റിക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ പ്രൈസ് മുകളിലും ക്ലോസ് പ്രൈസ് എവിടെയാണ്? താഴെയുമാണ് വരുന്നത്. സോ അതെന്താണ്? ഒരു ബെയറിഷ് ക്യാൻഡിൽസ്റ്റിക് ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. താഴെ ഓപ്പണും മുകളിൽ ക്ലോസും ആണെങ്കിൽ അതൊരു ബുള്ളിഷ് ക്യാൻഡിൽസ്റ്റിക് ആണ്. അതേസമയം മുകളിൽ ഓപ്പണും താഴെ ക്ലോസും ആണെങ്കിൽ അതൊരു ബെയറിഷ് ക്യാൻഡിൽസ്റ്റിക്കുമാണ്. ലോയും ഹൈയും സെയിം തന്നെയാണ് നമ്മുടെ ബുള്ളിഷിലും ബെയറിഷിലും വരാറുള്ളത്. ലോയും ഹൈയും സെയിം ആണ്, പക്ഷേ ഓപ്പൺ ക്ലോസ് ഈ ഒരു ഡിഫറൻസ് ആണ് ബുള്ളിഷ് ക്യാൻഡിൽസ്റ്റിക്കിലും അതുപോലെ തന്നെ ബെയറിഷ് ക്യാൻഡിൽസ്റ്റിക്കിലും വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചാർട്ടിൽ പോയി തന്നെ ബാക്കി കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ട്രേഡിംഗ് വ്യൂവിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ എങ്ങനെ അതിനകത്ത് നമുക്കൊരു ക്യാൻഡലിനെ ഐഡന്റിഫൈ ചെയ്യാമെന്നും നോക്കാം. അതിനായിട്ട് ആദ്യം നിങ്ങളുടെ ഒരു ബ്രൗസറിൽ കയറുക, ജസ്റ്റ് tradingview.com എന്ന് സെർച്ച് ചെയ്യുക. tradingview.com. അപ്പോൾ നമ്മൾ tradingview.com എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും ഈ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആയി വരുന്നത്. സോ നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡിൽ ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാനായിട്ട് പറയും. സോ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് തന്നെ, ജിമെയിൽ ഐ ഡി യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ലോഗിൻ ചെയ്തതിന് ശേഷം ഓൾറെഡി ഞാനിവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ്സ് എന്ന ഈ ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ്സിൽ തന്നെ സൂപ്പർ ചാർട്ട്സ് സെലക്ട് ചെയ്യുക. പ്രോഡക്റ്റ്സിൽ സൂപ്പർ ചാർട്ട്സ് സെലക്ട് ചെയ്യുക. നേരെ ഇവിടെ വന്നിട്ടുണ്ട് നമുക്കിവിടെ ക്യാൻഡിൽ സ്റ്റിക്സ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ എന്താണ്? ഗ്രീൻ കളർ ക്യാൻഡിൽ സ്റ്റിക്കും കാണുന്നുണ്ട്, റെഡ് കളർ ക്യാൻഡിൽ സ്റ്റിക്കും കാണുന്നുണ്ട്. ഗ്രീൻ കളർ ആണെങ്കിൽ അതെന്താണ്? ഗ്രീൻ കളർ ആണെങ്കിൽ അതൊരു ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക് ആണ്. ഗ്രീൻ കളർ ആണെങ്കിൽ ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക്കും, ഇനി റെഡ് കളർ ആണെങ്കിലോ അതൊരു ബെയറിഷ് ക്യാൻഡിൽ സ്റ്റിക്കുമാണ്. റെഡ് കളർ ആണെങ്കിൽ അതൊരു ബെയറിഷ് ക്യാൻഡിൽ സ്റ്റിക്കുമാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് തന്നെ ഓരോ ക്യാൻഡിൽസിനെയും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരു ബെയറിഷ് ക്യാൻഡിൽ സ്റ്റിക്ക് ആണെങ്കിൽ എന്താണ്? റെഡ് കളറിലാണ് ഫോം ആവുന്നത്. ബുള്ളിഷ് ആണെങ്കിൽ ഗ്രീൻ കളറിലുമാണ് ഫോം ആകുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു സെർച്ച് ഐക്കൺ കാണാനായിട്ട് സാധിക്കും. ഇവിടെ സിമ്പിൾ സെർച്ച് എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ടാറ്റ മോട്ടോഴ്സ് എന്ന കമ്പനിയെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ എന്ത് ചെയ്യുക, ജസ്റ്റ് ടാറ്റ മോട്ടോഴ്സ് ഒന്ന് സെർച്ച് ചെയ്യുക. ടാറ്റ മോട്ടോഴ്സ് ലിമിറ്റഡ് ഇവിടെ വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. NSE ആണെന്ന് ഉറപ്പുവരുത്തുക. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, സ്റ്റോക്ക് ആണെന്ന് ഉറപ്പുവരുത്തുക. സ്റ്റോക്ക് NSE, ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ എന്ത് ഓപ്പണായി വന്നിട്ടുണ്ട്? നമ്മുടെ ടാറ്റ മോട്ടോഴ്സിന്റെ ചാർട്ട് ഓപ്പണായി വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് ബുള്ളിഷ് ക്യാൻഡിൽസ്റ്റിക്കും ഉണ്ട്, ബെയറിഷ് ക്യാൻഡിൽസ്റ്റിക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു റെഡ് ക്യാൻഡിലിനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഈ ഒരു റെഡ് ക്യാൻഡിലിനെയാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിന്റെ ഓപ്പൺ പ്രൈസ് എവിടെയായിരിക്കും? ഈ ഒരു ബോഡിയുടെ ഏറ്റവും ഹൈ പോയിന്റിലായിരിക്കും. ബോഡിയുടെ ഹൈ പോയിന്റിലാണ് എന്ത് വരുന്നത്? ഓപ്പൺ പ്രൈസ് വരുന്നത്. വിക്കിന്റെ ഹൈ അല്ല, ബോഡിയുടെ ഏറ്റവും ഹൈ പോയിന്റിലാണ് ഓപ്പൺ പ്രൈസ് വരുന്നത്. ഇതൊരു റെഡ് ക്യാൻഡിലാണ്, ബെയറിഷ് ക്യാൻഡിലാണ്. അതേസമയം ഈ ഒരു ബോഡിയുടെ ലോ പോയിന്റിലാണെങ്കിലോ അവിടെയാണ് ക്ലോസ് പ്രൈസ് വരുന്നത്. അപ്പോൾ മുകളിൽ ഓപ്പണായി താഴെയാണ് ക്ലോസ് ആയത്. സോ അതൊരു ബെയറിഷ് ക്യാൻഡിൽസ്റ്റിക് ആണ്, റെഡ് കളറിലാണ് ഫോം ആവുന്നത്. ഹൈ പോയിന്റ് ആണെങ്കിലോ നമുക്ക് ഈ ഒരു വിക്കിന്റെ ഏറ്റവും ടോപ്പിലാണ് ഹൈ വരുന്നത്. വിക്കിന്റെ ഏറ്റവും ടോപ്പിലാണ് ഹൈ. ലോ ആണെങ്കിലോ
ഇത് ഈ ഒരു വിക്കിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലാണ് ലോ വരുന്നത്. സോ നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ളത് ഒരു ബെയറിഷ് ക്യാൻഡിൽ സ്റ്റിക്കിനെ പറ്റിയിട്ടാണ്. അതേസമയം നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക്ക്, ഒരു ഗ്രീൻ കളർ ക്യാൻഡിൽ സ്റ്റിക്കിനെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗ്രീൻ കളർ ക്യാൻഡിൽ സ്റ്റിക്ക് ഇതേ ഒരു ബോഡിയുടെ ലോവസ്റ്റ് പോയിന്റിലാണ് ഓപ്പൺ വരുന്നത്. ബോഡിയുടെ ലോവസ്റ്റ് പോയിന്റിലാണ് ഓപ്പൺ വരുന്നത്. ബോഡിയുടെ ലോ ആണ്, ഒരിക്കലും ഓവറോൾ ക്യാൻഡിലിൻ്റെ ലോ അല്ല, വിക്കിൻ്റെ ലോ അല്ല, ബോഡിയുടെ ലോയിലാണ് ഓപ്പൺ പ്രൈസ് വരുന്നത്. ക്യാൻഡിലിൻ്റെ ലോയിലാണെങ്കിലോ, ക്യാൻഡിലിൻ്റെ ലോയിലാണെങ്കിൽ ലോ പ്രൈസ് ആണ്, ലോ പ്രൈസ് ആണ് ക്യാൻഡിലിൻ്റെ ലോയിൽ വരുന്നത്. അതേസമയം നമുക്ക് ഈ ഒരു ഗ്രീൻ കളർ ക്യാൻഡിലിൻ്റെ ഏറ്റവും ആ ഒരു ബോഡിയുടെ ഏറ്റവും ഹൈ പ്രൈസിൽ വരുന്നത്, ബോഡിയുടെ ഹൈയിൽ വരുന്നത് ക്ലോസ് പ്രൈസ് ആണ്. ബോഡിയുടെ ഹൈ ക്ലോസ് പ്രൈസ് ആണ്. ഇനി നമുക്ക് ആ ഒരു വിക്കിൻ്റെ ആ ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മേളിലേക്ക് ചെറിയൊരു വിക്ക് ഫോം ആയിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വിക്കിൻ്റെ ഹൈയിലാണ് നമ്മുടെ എന്ത് വരുന്നത്, ക്യാൻഡിലിൻ്റെ ഹൈ പ്രൈസ് വരുന്നത്, ക്യാൻഡിലിൻ്റെ ഹൈ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ ക്യാൻഡിൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു ഹോംവർക്കായി എടുത്തുകൊണ്ട് തന്നെ ജസ്റ്റ് ഈ ഒരു ടാറ്റ മോട്ടോഴ്സിലേക്ക് പോവുക. അതിനുശേഷം ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക്കിനെ ബെയറിഷ് ക്യാൻഡിൽ സ്റ്റിക്കിനെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി എടുക്കാനും കൂടെ ശ്രമിക്കുക. കാരണം നമ്മൾ തിയററ്റിക്കലി മാത്രം പഠിച്ചാൽ ട്രേഡിങ്ങിൽ വിജയിക്കാനായിട്ട് സാധിക്കത്തില്ല. പ്രാക്ടിക്കലി നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൂടി പഠിച്ചാൽ മാത്രമേ ട്രേഡിങ്ങിൽ ആ ഒരു ട്രേഡിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാനും ട്രേഡിംഗ് എന്ന മേഖലയിൽ വിജയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ടെക്നിക്കൽ അനാലിസിസ് തന്നെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതും നമ്മൾ നേരെ നമ്മുടെ ട്രേഡിംഗ് വ്യൂ എന്ന പ്ലാറ്റ്ഫോമിലേക്ക് പോയി ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്താണ് ക്യാൻഡിൽ സ്റ്റിക്ക്, എങ്ങനെയാണ് നമുക്ക് ആ ഒരു ട്രേഡിംഗ് വ്യൂവിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഇപ്പോൾ തന്നെ സദേൺ സ്റ്റോക്ക് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ ബെൽ ബട്ടണും ഇനേബിൾ ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ വരുന്ന സെഷനിൽ നമ്മൾ പല ടൈപ്പ് ഓഫ് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസിനെ പറ്റി പഠിക്കുന്നതാണ്. ബൈ.